മൻസൂർ പറഞ്ഞത് ഹിന്ദുക്കളിലെ ജാതീയത മാറുന്നുണ്ട്, ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പഴയതുപോലെ അത്ര പിന്നെ ശക്തമല്ല എന്ന് മൻസൂർ പറഞ്ഞു. അത് ശരിയല്ലേ? അതൊരു യാഥാർത്ഥ്യവുമാണ്. ഹിന്ദുക്കളിലെ ജാതീയത ഒന്നും ഇപ്പൊ ഒരിടത്തും ഇല്ല. ഇപ്പൊ ഒരിടത്തും ഇല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുസ്ലിമീങ്ങളുടെ അന്യമത വിദ്വേഷം ഒരിക്കലും മാറുമോ? മാറുകയില്ല. മുസ്ലിമീങ്ങളിലെ ഈ ജാതീയത മാറുമോ? മുസ്ലിങ്ങളിലും ജാതീയത ഉണ്ട്. ഷിയാക്കളെ മാറ്റി നിർത്തുന്നതാണല്ലേ, അഹമ്മദിയാക്കളെ മാറ്റി നിർത്തുന്ന കാണാമല്ലേ? അത് മാറുമോ? അതൊരിക്കലും മാറുകയില്ല. പക്ഷെ ഹിന്ദുക്കളിലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറി, ഇപ്പൊ ഇല്ല. മൻസൂർ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇല്ല, സാധനം ഇല്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം നമ്മളെ ഹിന്ദുക്കളിലെ ജാതീയത പറഞ്ഞ, ഞാൻ ആ ജാതി പേരൊന്നും പറയുന്നില്ല, ആ ഹിന്ദുക്കളെ പണ്ടൊക്കെ ജാതി പേര് പറയുന്നത്, ഈ ആ ജാതി പേര് പറഞ്ഞ് എടാ നീ ഇന്ന ജാതിക്കാരനാ, നീ അങ്ങോട്ട് മാറിയില്ലേ, എടാ നീ ഇന്ന ജാതിക്കാരൻ, നിന്നെ തൊടാൻ പാടില്ല, നീ ഇങ്ങോട്ട് നീങ്ങിയില്ലേ, നീ ഇത്രയടി നീങ്ങി, ഇന്ന് ആരേലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇത് ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന ആരാണ്? നമ്മൾ ഈ മുസ്ലിമീങ്ങളിലെ ഈ ജാതീയതയെക്കുറിച്ചും ഈ അന്യമത വിദ്വേഷത്തെക്കുറിച്ചും ഈ അധാർമികതകളെ കുറിച്ചും പറയുമ്പോൾ ഇവർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ബാലൻസ് ചെയ്യണമല്ലോ, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിന്ദുക്കളുടെ ജാതീയത എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിസ്ത്യാനികളുടെ കുരിശുയുദ്ധം എടുത്തുകൊണ്ട് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൂതന്മാരുടെ ജാതീയത എടുത്തുകൊണ്ട് വരും. അതെന്തിനാ? ഇവർക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാ. കാരണം ഇപ്പോഴും ഇവരിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൻഷൂറിന്റെ മുസ്ലിം എന്ന് പറയുന്ന മതത്തിൽ ഇപ്പോഴും ഈ ജാതീയത തുടരുന്നു, ഇപ്പോഴും ഈ അന്യമത വിദ്വേഷം തുടരുന്നു, ഇപ്പോഴും ഹറാമും ഹലാലും പറഞ്ഞ ഒരു ഭക്ഷണത്തെ വേർതിരിക്കുന്നു, ഇപ്പോഴും മുസ്ലിമും കാഫറെന്നും പറഞ്ഞ ഒരു മനുഷ്യരെ വേർതിരിക്കുന്നു, ഇപ്പോഴും സ്ത്രീയെന്നും പുരുഷനെന്നും പറഞ്ഞ ഒരു അവർ മനുഷ്യരിലെ ലിംഗവിവേചനം കാണിക്കുന്നു. എല്ലാം ഇപ്പോഴും ഒരു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവർക്ക് ഇപ്പോഴും മാറി എന്ന് പറയാൻ പറ്റുമോ? മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? മൻസൂറിന് പറയാൻ പറ്റിയാല? മൻസൂർ പറയുകയില്ല. പക്ഷെ പറഞ്ഞല്ലോ, നേരത്തെ മൻസൂർ പറഞ്ഞു ഹിന്ദുക്കളിലെ ജാതീയത മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മുസ്ലിമീങ്ങളിലെ ജാതീയതയോ തീവ്രവാദമോ അന്യമത വിദ്വേഷമോ ഒന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു? പറയുകയില്ല. കാരണം എന്താ? പറയാൻ സാധിക്കല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം കൂടെ നിങ്ങൾ അറിയണം. അതിന്റെ കാരണം അറിയുമ്പോഴാണ് ഹിന്ദുക്കളിലെ ജാതീയത മാറിയത് എന്തുകൊണ്ടാണെന്നും മുസ്ലിമീങ്ങളിലെ ജാതീയതയും മുസ്ലിമീങ്ങളിലെ അന്യമത വിദ്വേഷവും ഇപ്പോഴും ഈ 1400 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതേപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം എന്താ അറിയോ? ഹിന്ദുക്കളിലെ ജാതീയത മാറാൻ കാരണം ഹിന്ദുക്കളിലെ ജാതീയത അവരുടെ മതഗ്രന്ഥമോ അവരുടെ മതദൈവമോ അടിച്ചേൽപ്പിച്ചതല്ല. അവരുടെ മതഗ്രന്ഥമോ അവർക്കൊരു മതപ്രവാചകനോ അവരുടെ ഒരു മതദൈവമോ ആയിട്ട് അവർക്കില്ല. അവരിൽ ഒരു മതഗ്രന്ഥം കൊണ്ടുവന്ന് വെച്ചാൽ ഹിന്ദുക്കൾ, ഞാൻ ഹിന്ദുമതം സ്ഥാപിച്ചിരിക്കുന്നു, എന്നിൽ ഇങ്ങനെയൊക്കെ ജാതീയതയുണ്ട്, അത് നിങ്ങൾ ലോകാവസാനം വരെ തുടരണം എന്ന് എന്താണ് അവരുടെ അതൊക്കെ കിതാബിൽ എഴുതി പറയുന്നത്? വെച്ചിട്ടില്ല. മൻസൂർ അല്ലല്ല മ്യൂട്ട് ചെയ്യണം, അല്ലല്ല, മൻസൂർ മ്യൂട്ട് ചെയ്യണം, മൻസൂർ എങ്ങനെയാണ് മ്യൂട്ട് ചെയ്യണം. പറഞ്ഞത്? മൻസൂറിനല്ലേ ഞാൻ താഴേക്ക് വിടും. സഭയിൽ നിന്ന് മൻസൂർ ബ്രാഹ്മണൻ മ്യൂട്ട് ചെയ്യണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മ്യൂട്ട് കഴിഞ്ഞിട്ട്, ചെയ്യണം. അതല്ല ഈ അത് അത് മോഡറേറ്റർമാരൊന്ന് ഇടപെട്ടെ, കൗണ്ടർ പോയിന്റ് തന്നെയല്ലേ? മോഡറേറ്റർമാരൊന്ന് ഇടപെട്ടെ, കൗണ്ടർ പോയിന്റ് കൗണ്ടർ മോഡറേറ്റർമാരൊന്ന് പോയിന്റ് ഇടപെട്ടെ. തന്നെയല്ലേ? പറയട്ടെ അതല്ല, മൻസൂറെ. ഹിന്ദുക്കളുടെ മൻസൂറെ, ഞാൻ ജാതീയത പറഞ്ഞു കഴിഞ്ഞ ഹിന്ദു മത ഇടക്കാരാവും. ഞാൻ പറഞ്ഞു ഗ്രന്ഥങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പറയുള്ളൂ. തന്നെ എന്റെ ഫ്ലോ വന്നതാണ്. നശിപ്പിക്കരുത്. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്വഭാവം അറിയാം. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്വഭാവം അറിയാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്റെ ഫ്ലോ നശിപ്പിക്കാനും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞു കയറുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇടയിൽ കയറുന്നത്. ഞാൻ പറയുമ്പോൾ ഇടയിൽ കയറുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളൊന്നും പറയുമ്പോൾ ഇടയിൽ കയറാറില്ല. മൻസൂർ ഇത്രയും നേരം പറഞ്ഞപ്പോൾ ഞാൻ മൻസൂറിന് പറയാനാ പറഞ്ഞു കൊടുത്തത്. ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു മൻസൂറിന് പറയാൻ അനുവദിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തീരാതെ ഒരക്ഷരം മിണ്ടി പോകരുത്. അപ്പോൾ ഈ ഹിന്ദുക്കളിലെ ജാതീയത മാറാൻ കാരണം ഹിന്ദുക്കളിൽ ഒരു മതഗ്രന്ഥമില്ല, ഹിന്ദുക്കൾക്കൊരു മതദൈവമില്ല, ഹിന്ദുക്കൾക്കൊരു മതപ്രവാചകനുമില്ല. ഒരു മതദൈവവും ഹിന്ദുക്കളുടേതായിട്ട് എഴുതി വെച്ചിട്ടില്ല. ഇതാ ഈ മതം ഞാൻ സ്ഥാപിച്ചതാണ്, ഈ മതം എനിക്ക് തൃപ്തിപ്പെട്ടത് ഈ ഹിന്ദു മതം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ജാതീയത, ഇതിൽ ഇന്ന ആൾക്കാരെ നിങ്ങൾ ഇത്രയടി മാറ്റി നിർത്തണം, ഇന്ന ആൾക്കാരെ നിങ്ങൾ ഇത്രയടി മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിങ്ങൾ കയറരുത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ നിങ്ങൾ തൊടരുത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നൊന്നും അവരുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല. മറിച്ച് അവരിൽ ഈ ജാതീയത ഉണ്ടായത് എങ്ങനെയാണ്? മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യല്ലേ ഓരോ കാലം, ഞാൻ പറഞ്ഞല്ലോ, മതങ്ങളും ഈ സംസ്കാരങ്ങളും എല്ലാം ഉണ്ടാക്കിയത് മനുഷ്യരാണ്. ഇതിന് ഈ പ്രകൃതി ശക്തിയുമായിട്ടോ ആത്മീയതയുമായിട്ടോ പ്രപഞ്ച സൃഷ്ടാവുമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ നിയന്താവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ലോകത്തുള്ള ഒരു മതത്തിനും ബന്ധമില്ല, ലോകത്തുള്ള ഒരു മതദൈവത്തിനും ബന്ധമില്ല. കാരണം അതൊക്കെ മനുഷ്യ സൃഷ്ടികളാണ്. അപ്പൊ ഈ മനുഷ്യരുടെ ബോധമണ്ഡലങ്ങളിൽ ഉണ്ടായ ഈ വിവരക്കേടുകളാണ് ഈ ജാതീയതയായിട്ടും ഈ ജാതി വിവേചനവുമായിട്ടും രംഗത്ത് വന്ന. ഇത് തന്നെയാണ് ഹിന്ദുക്കളിലും ഉണ്ടായത്. മനുഷ്യനുണ്ടാക്കിയതാണ്. അതിലൊരു മതദൈവത്തിന് ഉത്തരവാദിത്വമില്ല, അതിലൊരു മതപ്രവാചകനും ഉത്തരവാദിത്വമില്ല. അത് അവരിലെ മനുഷ്യർ ഏതോ കാലത്തുണ്ടായ ഹിന്ദുക്കളിലെ ആ ഹൈന്ദവ സംസ്കാരത്തിലുണ്ടായ ഏതോ ഒരു പൊട്ട മനുഷ്യന്റെ
അല്ലെങ്കിൽ ഏതോ ഒരു പൊട്ട കാലഘട്ടത്തിലെ പിന്നെ ഒരു 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 പിന്നെ എന്തായിരുന്നു, ഒരു ഉണ്ടാക്കലായിരുന്നു, ഒരു സൃഷ്ടിയായിരുന്നു ഈ ജാതീയത. അതുകൊണ്ടാണ് അത് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യന് ബോധമുണ്ടായി, ഹിന്ദുക്കൾക്ക് ബോധമുണ്ടായി, ബുദ്ധിയുണ്ടായി, വിദ്യാഭ്യാസമുണ്ടായി, സംസ്കാര സമ്പന്നരായി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഒരു വിവേചനമാണ്, ഇത് ജാതീയത എന്ന് പറയുന്ന മനുഷ്യർക്ക് പറ്റിയതല്ല, ഇത് മാനവികതയ്ക്ക് പറ്റിയതല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവരത് ഇല്ലാതാക്കി. പക്ഷെ മുസ്ലിമീങ്ങളുടെ ജാതീയത ഇപ്പോഴും മാറിയിട്ടുണ്ടോ? ഇപ്പോഴും മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും. ഒരു ദൈവം എന്ന് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവ്, ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഉണ്ടാക്കിയതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഏതാണ് എന്ന് ആ ദൈവത്തിന്റെ അവർക്ക് കൊടുത്ത മതഗ്രന്ഥമായ ഖുർആനിൽ തന്നെ എഴുതി വെച്ചു. സൂറത്ത് ആലി ഇമ്രാൻ 19 വാക്യത്തിൽ എഴുതി വെച്ചു, ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുവിങ്കൽ തൃപ്തിപ്പെട്ട മതം ഇസ്ലാം മാത്രമാകുന്നു എന്ന് എഴുതി വെച്ചു. എന്നിട്ട് അവരെ എന്തൊക്കെ മറ്റു മതസ്കാരോട്, ഇസ്ലാം അല്ലാത്തവരോട് എന്തൊക്കെ ചെയ്യണം, അവരെയൊക്കെ എങ്ങനെയൊക്കെ മാറ്റി നിർത്തണം, എങ്ങനെയൊക്കെ വേർതിരിക്കണം എന്നെല്ലാം ആ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. അതൊക്കെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി മുസ്ലിം ആണെങ്കിൽ കാഫിറാണെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യണം, ആ യുദ്ധത്തിൽ അവനോട് രൂക്ഷത കാണിക്കണം. സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിത്തോട്ടമാണ്, ആ കൃഷിത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാം. ഇങ്ങനെ എല്ലാ രീതിയിലും എഴുതി വെച്ചു. അതിനുശേഷം ഈ നിങ്ങളുടെ ജാതീയത വരാൻ കാരണം എന്താ അറിയാവോ? ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ അംഗീകരിച്ചേ പറ്റൂ, പ്രവർത്തിച്ചേ പറ്റൂ, ഇത് അനുധാവനം ചെയ്തേ പറ്റൂ ലോകാവസാനം വരെ. കാരണം നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്, നിങ്ങളുടെ മതദൈവമായ അള്ളാഹു എഴുതി വെച്ചതാണ്. ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മതം ഇസ്ലാമാണെന്നും പറഞ്ഞു. അപ്പൊ ഈ ഇസ്ലാം മതത്തിലെ മതഗ്രന്ഥമായ ഖുർആൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ ഓരോ മുസ്ലിമിനും. അതുകൊണ്ടാണ് നിങ്ങളിലെ ഈ അന്യമത വിദ്വേഷവും, ഈ ഹലാൽ വേർതിരിവും, ഈ ഭക്ഷണത്തിലെ വേർതിരിവും, സ്ത്രീകളോടുള്ള വേർതിരിവും എല്ലാം നിങ്ങളുടെ ഈ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കൊണ്ടാണ് നിങ്ങൾ അതേപടി ഇപ്പോഴും പിന്തുടർന്ന് 1400 കൊല്ലമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾ പിന്തുടർന്നു വരുന്നത് നിങ്ങളുടെ മതദൈവം എഴുതി വെച്ചത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ ജാതീയത എങ്ങനെ വന്നെന്നറിയാമോ? നിങ്ങൾ ഷിയാക്കളെ നിങ്ങൾ മാറ്റി നിർത്തുന്നു, അവർ മുസ്ലിം അല്ല കാഫറാണെന്നും പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തുന്നു. അഹമ്മദിയാക്കളെ നിങ്ങൾ മുസ്ലിം അല്ല കാഫറാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അതേപോലെ നിങ്ങളുടെ മതവിഭാഗങ്ങളിലെ തന്നെ സുന്നികളിലെ തന്നെ നിങ്ങൾ AP കാന്തപുരം വിഭാഗത്തോട് നിങ്ങൾക്ക് വിദ്വേഷമുണ്ട്. അവരോട് മുജാഹിദുകളും ജമാഅത്തുകളും കാര്യം പറയുന്ന അവർ കാഫറുകളാണ്, നരകത്തിൽ പോകുന്നവരാണ്. ഇതേപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഗ്രൂപ്പ് പറയുന്നു, ജമാഅത്തുകാരും മുജാഹിദുകാർക്കും സലാം പോലും പറയരുത്, അവർ നരകവാസികളാണ്, അവർ കാഫറുകളാണ്. ഇതൊക്കെ നിങ്ങളുടെ ജാതീയത ഈ വരാനുള്ള കാരണം എന്താ അറിയോ? അത് നിങ്ങളുടെ ഖുർആൻ തന്നെയാണ്. ഖുർആനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? സൂറത്തു തൗബ 73 വാക്യം, യാ അയ്യുഹൻ നബിയ്യു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന വഅ്ലുദു അലൈഹിം മഅവാഹിൻ ജഹന്നമ വബിസൽ മസീർ. അതിന്റെ അർത്ഥം, അല്ലയോ നബി, അള്ളാഹ്, അതായത് നിങ്ങളുടെ മതദൈവമായ മുസ്ലിമീങ്ങളുടെ മതദൈവമായ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദിനോട് പറയുകയാണ്, അല്ലയോ നബിയെ, താങ്കൾ അമുസ്ലിമീങ്ങളോടും, കാഫറുകൾ എന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങളോടും കപട വിശ്വാസികളോടും, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസിയാണ്, അമുസ്ലിമീങ്ങളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യുക, അവരോട് കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. എന്തെന്നാൽ അവരുടെ സങ്കേതം നരകമത്രേ. മനസ്സിലായോ? അവരും നരകത്തിൽ പോകുന്ന ആരൊക്കെയാണ്? അമുസ്ലിമീങ്ങളും കപട വിശ്വാസികളും നരകത്തിൽ പോകുന്നവരാണ്. ഈ കപട വിശ്വാസികൾ ആരാണ്? ഈ കപട വിശ്വാസികൾ ആരാണ് എന്നുള്ളത് ഇന്ന് വരെ ഈ 1400 കൊല്ലമായി ഒരു മുസ്ലിമിനും അറിയില്ല. ഓരോ മുസ്ലിമും പറയുന്ന അവരുടെ മതക്കാരാണ് യഥാർത്ഥ വിശ്വാസികൾ, മറ്റുള്ളവരെല്ലാം കപട വിശ്വാസികൾ. ഉദാഹരണം പറയാം, സുന്നികൾ പറയും ഷിയാക്കളെല്ലാം കപട വിശ്വാസികളാണ്, ഷിയാക്കൾ നരകത്തിൽ പോകുന്നവരാണ്. കാരണം എന്താണ്? അവർ കപട വിശ്വാസികൾ. ഇനി ഷിയാക്കളോട് നിങ്ങൾ പോയി ചോദിച്ചാൽ അവർ പറയും സുന്നികളെല്ലാം കപട വിശ്വാസികളാണ്, സുന്നികളെല്ലാം മുനാഫിക്കുകളാണ്. ഇത് ഞാൻ ചോദിച്ചിട്ടുള്ള കേട്ടോ, ഇത് ഞാൻ ചോദിച്ചിട്ടുള്ള. ഇനി ആരെങ്കിലും നാസർ ചോദിച്ചോന്ന് ഞാൻ ചോദിച്ച, ഞാൻ ഗൾഫിൽ വെച്ച് ഒരു ഷിയായോട് ഞാൻ ചോദിച്ചു സുന്നികൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സുന്നി കപട വിശ്വാസിയാണ്, മുനാഫിക്കാണ്, അവൻ നരകത്തിൽ പോകുന്നവനാണ് എന്നോട് പറഞ്ഞ ഒരു ഷിയായുടെ പണ്ഡിതനാണ്. അതേപോലെ ഞാൻ ഗൾഫിൽ വെച്ചൊരു സുന്നി പണ്ഡിതനോട് ചോദിച്ചു, അവൻ പറഞ്ഞു ഷിയാക്കളെല്ലാം കപട വിശ്വാസികളാണ്, ഷിയാക്കൾ നരകവാസികളാണ് എന്നോട് പറഞ്ഞതാണ്. അവൻ എനിക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്റെ അനുഭവത്തിലൂടെ ഞാൻ ചോദിച്ചു പറഞ്ഞവനാണ്. ഇനി ഈ നിങ്ങളിലെ തന്നെ ഈ മുസ്ലിമീങ്ങളിലെ തന്നെ AP-കാരും മുജാഹിദുകാരും ജമാഅത്തുകാരും തബ്ലീഗുകാരും ഒക്കെ മാറിയെന്ന് ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസി, മറ്റുള്ളവരെല്ലാം കപട വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? കാരണം എന്താ? ഈ ഖുർആനിൽ ഈ ഒരൊറ്റ വാക്യമാണ് ഈ മുനാഫിക്കാരാണ് എന്ന് ഇപ്പോഴും ഒരു മുസ്ലിമിനോ ഒരു ഇസ്ലാമിക പണ്ഡിതനോ വേർതിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പിനെ യഥാർത്ഥ മുഅ്മിൻ എന്നും മറ്റു ഗ്രൂപ്പുകളെ മുനാഫിക്ക് എന്നും വിളിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് നിങ്ങളിലെ ജാതീയത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന. ഷിയാക്കളുടെ പള്ളികളിൽ പോയി സുന്നികൾ ഇപ്പോഴും ബോംബ് വയ്ക്കുന്നു, സുന്നികളുടെ പള്ളികളിൽ വന്ന്
പള്ളികളിൽ ഷിയാക്കൾ ഇപ്പോഴും ബോംബ് വയ്ക്കുന്നു. അഹമ്മദിയാക്കളുടെ പള്ളികളിൽ പോയി ഷിയാക്കളും സുന്നികളും ബോംബ് വയ്ക്കും. സുന്നികളുടെയും ഷിയാക്കളുടെയും പള്ളികളിൽ വന്ന് അഹമ്മദിയാക്കളും ബോംബ് വയ്ക്കും. കാരണം എന്താണ്? ഈ കപട വിശ്വാസി ആരാണ് എന്ന് ഇപ്പോഴും നിങ്ങളിലെ ഒരു മുസ്ലിം പണ്ഡിതനും 100% പറയാൻ പറ്റില്ല. അവൻ ഏത് മതത്തിലെ ആളാണോ, അവൻ ഏത് ഗ്രൂപ്പിന്റെ ആളാണോ, ആ ഗ്രൂപ്പിനെ അവൻ പറയും എന്റെ ഗ്രൂപ്പാണ് മൂമിൻ, അതായത് യഥാർത്ഥ വിശ്വാസി, മറ്റുള്ള എല്ലാം മുനാഫിക് എന്ന് പറയും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ ഈ ജാതീയത 1400 കൊല്ലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു, നാളെയും തുടരും. ഇന്നും ഇത് അവസാനിക്കുകയില്ല. കാരണം എന്താ? നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമായ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിർമ്മിതിയാണ്. ആ നിർമ്മിതിയിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യാതിരിക്കണം, എന്തൊക്കെ വിവേചനങ്ങൾ കൽപ്പിക്കണം, എന്തെല്ലാം മനുഷ്യ ജീവിതത്തിലേക്ക് എന്തെല്ലാം നിയമനിർമ്മാണങ്ങളുണ്ടോ അതെല്ലാം ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരിക്കലും മാറ്റി നിർത്താൻ പറ്റിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അമുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്നത്, ഇപ്പോഴും നിങ്ങൾ അമുസ്ലിമീങ്ങളെ കാഫിറുകൾ എന്ന് വിളിക്കുന്നത്, ഇപ്പോഴും അമുസ്ലിമീങ്ങളെ ഏതെങ്കിലും പള്ളികളിൽ പോകും അമുസ്ലിമീങ്ങളുടെ പള്ളികളിൽ കൊണ്ടുപോയി നിങ്ങൾ ബോംബ് വയ്ക്കുന്നത്, അവരെ കൊന്നൊടുക്കുന്നത്. കാരണം എന്താ? അവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൊല്ലുന്നതോടൊപ്പം നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഷഹീദിന്റെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഖുർആനിലാണ്. നിങ്ങൾക്ക് 72 ഹൂറിയും കള്ളുകൂടിയും തരും. ഇത് ഇങ്ങനെ ഈ അമുസ്ലിമീങ്ങളെ കൊന്ന് സ്വർഗത്തിൽ ചെന്നാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഖുർആനിലാണ്. അമുസ്ലിമീനോട് വിദ്വേഷം കാണിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഖുർആനിലാണ്. മറ്റു മതഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ക്രിസ്ത്യാനികളുടേത് എഴുതി വെച്ചിട്ടില്ല, ഹിന്ദുക്കളുടേത് എഴുതി വെച്ചിട്ടില്ല, യഹൂദന്മാരുടേത് എഴുതി വെച്ചിട്ടില്ല, ലോകത്തൊരു മതഗ്രന്ഥത്തിന്റെയും എഴുതി വെച്ചിട്ടില്ല. അവരൊന്നും വിശ്വസിക്കുന്നുമില്ല ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവ് നേരിട്ട് നൂലിൽ കെട്ടി ഇറക്കിയതാണെന്ന്. പക്ഷെ നിങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ മതം പ്രപഞ്ച സൃഷ്ടാവ് നേരെ നൂലിൽ കെട്ടി മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ആ മനുഷ്യനെ നിങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇന്ന് പക്ഷേ മുസ്ലിമീങ്ങളുടെ ഒരു സുനാമി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മനുഷ്യൻ ഈ ഇസ്ലാമിലുള്ളവർ തന്നെ മതത്തെ പറ്റി പഠിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മതം പഠിച്ചത് കൊണ്ടാണ്, നിങ്ങളുടെ ഖുർആൻ എന്താണെന്ന് പഠിച്ചതുകൊണ്ടാണ്, നിങ്ങളുടെ ഹദീസുകൾ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും ഒരു പ്രപഞ്ച സൃഷ്ടാവിന്, ഒരിക്കലും ഒരു പ്രകൃതി ശക്തിക്ക് ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കിയാൽ അതൊരിക്കലും ഒരു പ്രകൃതി ശക്തി ആവുകയില്ല, അതൊരിക്കലും ഒരു പ്രപഞ്ച സൃഷ്ടാവ് ആവുകയില്ല. കാരണം പ്രപഞ്ച സൃഷ്ടാവിൽ ഒരിക്കലും അനീതി കാണാൻ പാടില്ല, ഒരിക്കലും അക്രമ വാസന കാണാൻ പാടില്ല, ഒരിക്കലും മനുഷ്യനെ അടിമയെന്നും ഉടമയെന്നും വിവേചിക്കാൻ പാടില്ല, ഒരിക്കലും സ്ത്രീക്കും പുരുഷനും വെവ്വേറെ നിയമമൊന്നും പറയാൻ പാടില്ല. കാരണം ലിംഗ വിവേചനം പാടില്ല. ഒരു പ്രപഞ്ച സൃഷ്ടാവിന് എപ്പോഴും തുല്യത മാത്രമേ അദ്ദേഹം നോക്കുകയുള്ളൂ, എപ്പോഴും നീതിയുടെ പക്ഷത്ത് മാത്രമേ അദ്ദേഹം നിൽക്കുകയുള്ളൂ, എപ്പോഴും അനീതിക്കെതിരായിരിക്കും അദ്ദേഹം, എപ്പോഴും ധർമ്മത്തിന്റെ ഭാഗത്ത് മാത്രമേ അദ്ദേഹം നിൽക്കുകയുള്ളൂ. അധർമ്മത്തോടെ അദ്ദേഹം വിവേചനം കൽപ്പിക്കാൻ പറയും. പക്ഷേ നിങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കുന്ന മുഴുവൻ അധർമ്മമാണ്, നിങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കുന്ന മുഴുവൻ അധാർമികതകളാണ്, നിങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കുന്ന മുഴുവൻ അക്രമത്തിന്റെ മാർഗങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ മതം വളർത്താൻ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി കാഫറാണെങ്കിൽ, അവൻ അമുസ്ലിം ആണെങ്കിൽ അവനെയും പോയി കൊന്നോളൂ എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ മതം വളർത്താൻ നിങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു പ്രപഞ്ച സൃഷ്ടാവിന് പറയാൻ സാധിക്കില്ല എന്ന് എന്നെ പോലെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ ഇസ്ലാം മതത്തിൽ തന്നെ മതം പഠിച്ചവർക്ക് യുക്തി കൊണ്ട് അവർ ലോജിക്ക് നോക്കിയപ്പോൾ, അവരുടെ യുക്തി ചിന്ത വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ ഒരു സുനാമി, നിങ്ങളുടെ മതം വിട്ടുവരുന്നവരുടെ ഒരു സുനാമി തന്നെ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥരെ നിങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഈ അക്രമ വാസന കണ്ടപ്പോൾ, നിങ്ങൾ അന്യമതസ്ഥരെ ഇങ്ങനെ ബോംബ് വെച്ച് കൊല്ലുന്ന കണ്ടപ്പോൾ, നിങ്ങൾ അന്യമതസ്ഥരോട് ഇങ്ങനെ വിവേചനം കൽപ്പിക്കുന്ന കണ്ടപ്പോൾ, ഭക്ഷണത്തിൽ പോലും ഹറാമെന്നും ഹലാലെന്നും പറഞ്ഞ് നിങ്ങൾ വിവേചനം കൽപ്പിക്കുന്ന കണ്ടപ്പോൾ, നിങ്ങളുടെ പെണ്ണുങ്ങളെ പിടിച്ച് കറുത്ത ജാക്കിലിട്ട് മൂടുന്ന കണ്ടപ്പോൾ അവർക്കും തോന്നി തുടങ്ങി ഇതെന്തു മതമാണ്, ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാവുമോ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാവുമോ, ആ ദൈവം അനീതിയുടെ ദൈവമല്ലേ, ആ ദൈവം അധർമ്മത്തിന്റെ ദൈവമല്ലേ എന്ന് മുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റു മതസ്ഥരും എല്ലാം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആ മനുഷ്യന് ഭരിക്കാനും ആ മനുഷ്യന് സുഖിക്കാനും വേണ്ടി 1400 കൊല്ലം മുമ്പ് AD 547 മക്ക എന്ന് പറയുന്ന ഭൂമികയിൽ വെച്ച് ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണിത്. ഈ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല, ഈ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല, ഈ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനെ എതിർത്തേ പറ്റൂ. ഇതില്ലാതായാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, മുസ്ലിം അല്ലാത്ത എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ എന്ന് അമുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും മനസ്സിലായി, യുക്തിവാദികൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളുടെ മതത്തിനെതിരെ ഇന്ന് ലോകം മുഴുവൻ ഒരു പ്രതിരോധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മതത്തെ ഇന്ന് ലോകം മുഴുവൻ വെറുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മതക്കാരെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മതക്കാരെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ പറ്റുമോ, അത് രാഷ്ട്രീയപരമായിട്ടായാലും അത് ധാർമ്മികപരമായിട്ടായാലും അത് ശരി ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും നിങ്ങളുടെ മതക്കാരെ പരാജയപ്പെടുത്താൻ പറ്റുന്നിടത്തൊക്കെ മറ്റുള്ളവർ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇപ്പൊ ജൂതന്മാരെ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. കാരണം നിങ്ങളോട് സന്ധി ചെയ്യാൻ സാധിക്കില്ലെന്ന് ജൂതന്മാർക്കറിയാം. കാരണം നിങ്ങളുടെ മതപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവസാനത്തെ ജൂതനെയും കൊന്നൊടുക്കി തീർന്നാലേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ. അവസാനത്തെ ജൂതൻ ഈ ഭൂമിയിൽ നിന്നും മൺമറിഞ്ഞാൽ മാത്രമേ
ഈ ലോകം അവസാനിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ജൂതന് മനസ്സിലായി. അപ്പോൾ നിങ്ങളോട് സന്ധി ചെയ്തിട്ട് കാര്യമില്ല എന്ന് ജൂതന് മനസ്സിലായി. നിങ്ങളെ കൊന്നൊടുക്കിയാൽ മാത്രമേ ജൂതന് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ജൂതൻ നിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഇത്രയധികം നിങ്ങൾക്കെതിരെ എതിർപ്പ് വരാൻ കാരണം എന്താണ്? നിങ്ങൾക്കെതിരെ ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും യുക്തിവാദികളും എല്ലാവരും നിങ്ങൾക്കെതിരെ കൈകോർക്കാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അമുസ്ലിമീങ്ങളെ കൊല്ലാനും അമുസ്ലിമിനെ മിത്രമാക്കരുത് എന്നൊക്കെയാണ് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഹിന്ദുക്കൾക്കും മനസ്സിലായി, ക്രിസ്ത്യാനികൾക്കും മനസ്സിലായി, യുക്തിവാദികൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവർ മൂവരും നിങ്ങൾക്കെതിരെ കൈകോർക്കുന്നത്, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ അവർ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എരവാദം മുടക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നു, അയ്യോ ഞങ്ങളെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നേ, ഞങ്ങൾക്കെതിരെ എല്ലാവരും ഒന്നിക്കുന്നേ. അതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. ആ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് ഒന്നിനെയും നിങ്ങൾ ആരും ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ക്ലബ് ഹൗസുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വന്നേച്ച് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുമ്പോൾ അതിന് നിങ്ങൾ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് നിങ്ങൾ ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മറ്റു മതസ്ഥർക്ക് നിങ്ങളോടുള്ള ഭയം. കാരണം മറ്റു മതസ്ഥർക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇല്ലാതായേ പറ്റൂ, നിങ്ങളുടെ മതമില്ലാതായേ പറ്റൂ എന്ന് മറ്റു മതസ്ഥർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു, ലോകം മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ജിഹാദികളെ, ഇസ്ലാമിസ്റ്റുകളെ, സുഡാപ്പികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മതത്തെ തള്ളിപ്പറയുക. നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ അധാർമികതകളെ തള്ളിപ്പറയുക, ഈ അനീതിയുടെ മാർഗത്തെ തള്ളിപ്പറയുക. മറ്റു മതസ്ഥരോടുള്ള ഈ വിദ്വേഷങ്ങളെയും ഈ വെറുപ്പുകളെയും നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ തള്ളിപ്പറഞ്ഞേ പറ്റൂ. തള്ളിപ്പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതാവുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. നിസ്സംശയം, നിസ്തർക്കം. ഞാൻ നിർത്തി. സാധന വയറിറങ്ങോ?